ഹായ് കൂട്ടുകാരെ, ഇതാണ് എൻ്റെ വീട്ടിലെ മൽബറി ചെടി. ഇത്തവണ നല്ലപോലെ മൽബറി ഉണ്ടായി കേട്ടോ. കുറേയൊക്കെ ഞങ്ങൾ അടുത്തുള്ള നെയ്ബേഴ്സിനൊക്കെ കൊടുത്തു, കുറച്ചൊക്കെ ഞങ്ങളും എടുത്തു. പക്ഷെ പെട്ടെന്നൊരു പ്രശ്നമുണ്ടായി. പ്രശ്നം എന്താണെന്നല്ലേ, മഴ അങ്ങോട്ട് തുടങ്ങിയപ്പോഴത്തേക്കും മൽബറി കായകളെല്ലാം കൂടെ മത്സരിച്ചങ്ങോട്ട് പഴുക്കാൻ തുടങ്ങി. എല്ലാം കൂടെ ഒറ്റയ്ക്ക് തീർക്കുക എന്ന് പറയുന്നത് അത്ര പോസിബിളായുള്ള കാര്യമല്ലല്ലോ. താഴെയെല്ലാം പൊഴിഞ്ഞു പോയി നശിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ശരിക്കും സങ്കടം തോന്നി. അപ്പോഴാണ് എൻ്റെ മോളൊരു ഐഡിയ പറഞ്ഞത്, നമുക്ക് എന്തുകൊണ്ട് ഈ മൽബറി വെച്ചിട്ട് ജാം ഉണ്ടാക്കിക്കൂടാ? എനിക്ക് തോന്നി അത് ശരിയാണല്ലോ. ഞാനിതുവരെ മൽബറി ജാം ട്രൈ ചെയ്തിട്ടില്ല. മാർക്കറ്റിൽ അങ്ങനെ പ്രോഡക്റ്റ് ഉണ്ടോയെന്നും എനിക്കറിയത്തില്ല. ഇത് ഞങ്ങൾ 2 ആഴ്ചയോളം കളക്ട് ചെയ്ത് ഫ്രീസ് ചെയ്ത് വെച്ച മൽബറിയാണ് കേട്ടോ. ഈ മൽബറി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്ത ലുക്കാണ് ഇത്. നല്ല ഭംഗിയുണ്ടല്ലേ. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വേണം നമ്മളിത് കുക്ക് ചെയ്യാൻ. ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. മൽബറി കായകൾക്ക് ചെറിയൊരു പുളിപ്പ് ഉണ്ടായതുകൊണ്ട് അതിനനുസരിച്ച് വേണം പഞ്ചസാര ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കണം. ഇളക്കം നിർത്തരുത് കേട്ടോ, ഇത് പെട്ടെന്ന് തന്നെ അടിയിൽ പിടിക്കുന്നുണ്ട്. അപ്പോൾ നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ തിക്നെസ് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കണം. അത്യാവശ്യം ഒന്ന് തിക്കായി വരുമ്പോൾ ആവശ്യത്തിന് ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കണം. ഒരുപാട് വേണ്ട, ആവശ്യത്തിന് മാത്രം. ഒരുപാടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടേസ്റ്റ് മാറിപ്പോകും. ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് തണുപ്പിച്ച ശേഷമുള്ള നമ്മുടെ മൽബറി ജാമിൻ്റെ ലുക്കാണ് ഇത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ട്രൈ ചെയ്തു. നിങ്ങളും മൽബറി ചെടി വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഹെൽത്തിയാണ്. ഒരു പ്രിസർവേറ്റീവ്സും ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. കുട്ടികൾക്കൊക്കെ നമുക്ക് ധൈര്യമായി കൊടുക്കാം.